100 വർഷത്തിനിപ്പുറവും നമ്മൾ ആശാനെക്കുറിച്ചും ആശാൻ്റെ കൃതികളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പ്രധാനമായിട്ടും ആശാനെക്കുറിച്ച് ആശാൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നത്. അതിന് കാരണം നവോത്ഥാനം എന്ന ആശയം അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്ന വസ്തുത ഏതെങ്കിലും ഒരു കാലത്തിൽ മാത്രം ആവശ്യമുള്ള ഒന്നല്ല എന്നും എല്ലാ കാലഘട്ടത്തിലും പുതുതായിട്ട് മാറ്റങ്ങൾ കാലാനുസരണം വരേണ്ടതാണ് എന്നൊക്കെ നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഈ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നവോത്ഥാനത്തിന് അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തനത്തിന് അത് ഏത് മാധ്യമത്തിലൂടെ ആയാലും നേരിട്ടുള്ള പ്രവർത്തനത്തിലായാലും ഒരാളതിനെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് വഴി തുറക്കുന്ന 2 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, നടന്നു വന്നിട്ടുള്ള പാതയെ നിരസിക്കുക അല്ലെങ്കിൽ ബഹിഷ്കരിക്കുക, അതിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. 2, പുതുതായൊരു മാർഗം കണ്ടെത്തുകയോ വെട്ടി തുറക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ആശാനെ കുറിച്ച് പറയുമ്പോൾ ആശാൻ അന്നേ വരെ ഉണ്ടായിരുന്ന കവികൾ ചെയ്തിരുന്ന ഒരുപക്ഷെ നേരമ്പോക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കവന പ്രക്രിയയെ ഭൂരിപക്ഷം വരുന്ന സവർണ സാഹിത്യകാരന്മാരുടെ രചനാ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറി ചിന്തിക്കുകയും മാറി എഴുതുകയും ചെയ്തു എന്നുള്ളൊരു വസ്തുത. ഇതിന് നാരായണഗുരുവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചരിത്രകാരന്മാർ വിശദീകരണം നൽകുന്നുണ്ട്. ഗുരുവുമായി ബന്ധപ്പെട്ടതിന് ശേഷം കുമാരൻ ഈ ശൃംഗാര ശ്ലോകങ്ങൾ എഴുതരുത് എന്ന് ഗുരു ഉപദേശിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആശാൻ ഈ രീതിയിൽ മാറ്റം വന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ സാമ്പ്രദായികമായിട്ടുള്ള രീതികളുടെ നിരാസം കൊണ്ട് മാത്രമല്ല നമ്മളിന്ന് കാണുന്ന ആശാൻ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ ആശാനാക്കി മാറ്റിയ മറ്റ് ഘടകങ്ങളിൽ അതിന് വേണ്ടതായിട്ടുള്ള ഒരു നിർമ്മാണ പ്രക്രിയ ആശാന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് വാസ്തവത്തിൽ ഗുരുവിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രോത്സാഹനത്താൽ അല്ലെങ്കിൽ മുൻകൈ എടുത്ത് നൽകിയ വിദ്യാഭ്യാസം അതിൽ പ്രധാനമാണ്. ഇവിടെ മുൻപ് ഉദ്ഘാടകനും അത് സൂചിപ്പിക്കുകയുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ബാംഗ്ലൂരിൽ 3 വർഷവും കൽക്കട്ടയിൽ 2 വർഷവും നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉപരിപഠനം, ആ പഠനത്തിനോടനുബന്ധിച്ച് കൽക്കട്ടയിലൊക്കെ അന്ന് സജീവമായിരുന്ന ബ്രഹ്മസമാജവും രാമകൃഷ്ണ മിഷൻ മുതലായിട്ടുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള സമ്പർക്കം, ഇതൊക്കെ ആശാനിൽ പുതിയൊരു അല്ലെങ്കിൽ മാറ്റത്തിൻ്റെതായിട്ടുള്ള ചിന്തകളെ മുളപ്പിക്കുന്നതിന് സഹായമായി തീർന്നു എന്നുള്ള സംശയമില്ല. പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ സാരഥ്യം 16 വർഷം അടുപ്പിച്ച് ഏറ്റെടുക്കാനായിട്ട് സാഹചര്യം ഉണ്ടായതും ഒപ്പം തന്നെ അതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളൊക്കെ ആശാനിലെ കവി വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിന് ഏറെ സഹായകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ആശാനെ മാറ്റിയെടുത്ത ഘടകങ്ങളാണെന്നുള്ളതിൽ സംശയമില്ല. ജീവിതകാലം മുഴുവൻ നാരായണ ഗുരുവിൻ്റെ വിനീത ശിഷ്യനായിരുന്ന കുമാരനാശാൻ ഗുരുവിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട 3 കൃതികളാണുള്ളത്. ഗുരുസ്തവവും സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ടും ഗുരുപാദ ദശകവും. ഈ 3 കൃതികളിലും ഗുരുവിനെ കുറിച്ച് അദ്ദേഹം പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ചില സവിശേഷതകൾ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ നിർമ്മമത, അഭേദ ബുദ്ധി, മറ്റൊന്ന് സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള ഉദ്ധാരണ പ്രവർത്തനങ്ങൾ. അപ്പം ഈ 3 കാര്യങ്ങൾ ഗുരുവിൽ നിന്നും ആശാനെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നീട് അദ്ദേഹം എഴുതിയുള്ള ഒരുപാട് സ്തോത്ര കൃതികളിലൊക്കെ അദ്ദേഹം സ്വന്തം ഗുരുവിനെ ഒരു ആരാധനയോട് കൂടിയിട്ടുള്ള സ്തുതി അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ പിന്നീട് വന്നിട്ടുള്ള പല കൃതികളിലും ഗുരുവിൻ്റെ ഈ സാമൂഹിക പ്രവർത്തനങ്ങളുടെ സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളെ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. എന്നാലും നാരായണ ഗുരുവിന് ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലും നമ്മുടെ സമൂഹത്തിൽ ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാൻ അല്ലെങ്കിൽ നവോത്ഥാനത്തിന് നേതൃത്വം നൽകാനായിട്ട് അദ്ദേഹത്തിന് ഊർജം നൽകിയത് ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള അദ്വൈത ദർശനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.